ഇനി നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാലോ. ട്രാൻസ്പെറൻറ്റ് റാപ്പിംഗ് ഷീറ്റ് കൊണ്ട് നമ്മൾ ഇന്ന് ഫ്ലവർ ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. ജസ്റ്റ് വീഡിയോ കാണുന്ന പോലെ നൂൽക്കമ്പി എടുത്ത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഗമ്മിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് റാപ്പിംഗ് ഷീറ്റും കൂടെ വെച്ച് രണ്ട് സൈഡിൽ നിന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിലല്ല, നമ്മൾ പെറ്റൽസിൻ്റെ ഒക്കെ ഷേപ്പിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നൂൽക്കമ്പി കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച് പെറ്റൽസ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച ശേഷം ഒരു നൂലും കൂടെ ഇട്ട് ഒന്നുകൂടി അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം നന്നായിട്ട് തന്നെ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് താഴ്ഭാഗത്ത് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നത്. പിന്നെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നിയുകൊണ്ട് നമ്മൾ അതിലേക്ക് ലീഫും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി ജസ്റ്റ് അതിലേക്ക് കളറും കൂടെ കൊടുത്ത് മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ സെൻറ്ററിലായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ ബോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.